ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് നമ്പർ 87 ഡേ 86. നമ്മുടെ പാട്ട ഗേൾസ് എന്നല്ല, പെരട്ട ഗേൾസ് എന്ന് വേണമെങ്കിൽ പറയാം. പെരട്ട ഗേൾസ് അടിച്ച് പിരിഞ്ചിരിക്കുകയാണ് ഗൈസ്. പെരട്ടകൾ രണ്ടും രണ്ട് വഴിക്കായിരിക്കുകയാണ്. അനുമോളുടെ ഭാഗത്താണോ ശരി അതോ ആദില നൂറയുടെ ഭാഗത്താണോ ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടാതെ നമ്മൾ വലയും. ചിലപ്പോൾ ഇതിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. കാര്യം ഞാൻ തന്നെ കുറെ നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് ശരി ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇത് എന്താണ് ഇവിടെ ഞാനിപ്പോ വന്ന് എന്തോ പറയേണ്ടതെന്ന്. ആദ്യം നമുക്ക് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയാം. അനുമോൾ, ആദില നൂറ ഏഴ്ച കെട്ടിയ മുഴച്ചിരിക്കും എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു കാലത്തും ഫ്രണ്ട്ഷിപ്പ് ആകാത്ത മൂന്ന് പേര്. അനുമോളുടെ ഫ്രണ്ടിന്റെ ഡെഫിനിഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തൊട്ടിത്തരം കാണിച്ചാലും കൂടെ നിന്നാടാ, സൂപ്പറടാ, കിടിലവടാ, പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് അനുമോൾക്ക് വേണ്ട സുഹൃത്ത്. ആദിലയ്ക്കും നൂറയ്ക്കും അത് പറ്റില്ല. പ്രത്യേകിച്ച് ആദിൽ ഇവിടെ ചെയ്യുന്ന തൊട്ടി പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്താണ്, നല്ല തെറ്റ് കണ്ട തെറ്റെന്ന് പറയാം, അത് ശരിയാണ്. ആദിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി, അനുമോൾ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അത് ഒരു സുഹൃത്തെന്ന രീതിയിൽ മാറ്റി നിർത്തി അതിനെപ്പറ്റി പേഴ്സണലായിട്ട് സംസാരിക്കുന്നതിന് പകരം കടിച്ചു കീറാൻ വരുന്നവരുടെ കൂടെ കയറി ഇവരും കൂടെ അനുമോളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അത് ആദിലയുടെ ഭാഗത്തുള്ള തെറ്റാണ്, നൂറയുടെ ഭാഗത്തും. എന്നാൽ അനുമോൾ ഇന്നേ വരെ ഈ ആദിലയും നൂറയും പറ്റി മറ്റുള്ളവരടുത്ത് പോയിട്ട് കുറ്റം പറയുന്നതായിട്ടൊന്നും നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. ശരികളും തെറ്റുകളും രണ്ട് കൂട്ടരുടെ ഭാഗത്തും ഉണ്ട്. നമുക്ക് അതിനെയൊക്കെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. കാലത്തെ തന്നെ നമ്മുടെ സാബുമാനെ പറ്റി നെവിൻ പറയുകയാണ്. സാബു പറഞ്ഞെന്ന് പോലും ഇവിടെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിനെ തകർക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന്. സാബു ഒരു നാരദൻ ആണ് എന്നാണ് നെവിൻ പറയുന്നത്. ഇതങ്ങോട്ട് നമ്മുടെ സാബുവിന് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ഇപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അനുമോളും പറയുന്നുണ്ട്, ഇത് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ്. പണ്ട് തൊട്ടേ ഇവന്മാര് തമ്മിൽ അങ്ങോട്ട് ചേരത്തില്ല. ഈ സാബുവും നെവിനും തമ്മിൽ. സാബുവിനെ അവിടെ ഏറ്റവും കണ്ണിന് കണ്ടുകൂടാത്ത ഒരുത്തനാണ് ഈ നെവിൻ. പലതവണയും സാബു പറഞ്ഞിട്ടുണ്ട് ഇവനെ ഞാൻ ഇടിക്കുമെന്ന്. ഇന്നും സാബുവിന് പൊട്ടി, അതാ മുഖത്ത് കാണാനുണ്ടായിരുന്നു. നെവിൻ പിടിക്കാൻ വന്നപ്പോ സാബു കൊണ്ട് തൊട്ടി മാറ്റി മോറണമെന്നൊക്കെ പറഞ്ഞു കേട്ട് പോവാണ്. നെവിനുണ്ട്, പുറത്തിറങ്ങട്ടെ, എന്തെങ്കിലുമൊക്കെ നിന്നെ ഞാൻ ചെയ്യുമെന്നാണ്. നെവിൻ എന്തിനെ കൊട്ടക്കണക്കിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാബു നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. ഇത് കഴിഞ്ഞ് രണ്ട് നമ്പരൊക്കെ ഇടുന്നുണ്ട്. ആ ഇടിച്ചത് വെറും ഇടിയല്ല, നെവിന്റെ പള്ളക്കിട്ടുള്ള കുത്താണ് ഗൈസ്. അവന്റെ ദേഷ്യം ആ ഒരു പഞ്ചില് കാണുന്നുണ്ട്. നെവിനെ പുറത്തെങ്ങാണ് വരുന്ന ഉറപ്പാണ് ഇടി. സാബു ഇങ്ങനെ നിക്കുന്നെങ്കിൽ ശാന്തസ്വരൂപനായിട്ട് നിക്കുന്നെങ്കിൽ അവൻ അത്ര ശാന്തസ്വരൂപനല്ല കേട്ടോ. നല്ല കീറ്റവൻ. ഇതിനുശേഷം ഹൗസിൽ നല്ലപോലെ പല്ല് തേക്കുന്നവർക്കുള്ള അവാർഡാണ് നമ്മുടെ സാബുമാനാണ് ഈ വട്ടത്തെ പല്ല് തേപ്പിന്റെ അവാർഡ് കിട്ടുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ കോണ്ടന്റ് കിച്ചൺ. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അടി പൊട്ടിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയിട്ടുള്ളതും കിച്ചണിൽ നിന്നും ഫുഡിന്റെ പേര് പറഞ്ഞിട്ടാണ്. പ്രത്യേകിച്ച് അനുമോള് കിച്ചണിൽ കയറിയിട്ടുണ്ടോ അവിടെ അടി ഉറപ്പാ. അനുമോൾ ഉണ്ടാക്കും, വിളമ്പും. ആ തിന്ന ചോറ് തൊണ്ടക്കുഴിയിൽ നിന്ന് താപ്പോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അപരാധം തുടങ്ങും. ആ ചോറ് പിന്നെ വയറ്റിൽ പോയി കിടന്ന് നമ്മളെ പിന്നെ തള്ളക്കി വിളിക്കും. ഇവളുണ്ടാക്കും, നമ്മളെ കൊണ്ട് തീറ്റിക്കും, പിന്നെ ഏറ്റവും അവസാനം തൂറ്റിക്കുകയും ചെയ്യും. ഇതാണ് അനുമോളുടെ കിച്ചൺ പരിപാടി. അനുമോള് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഒരു മനുഷ്യനും പിന്നെ അവിടെ ഒരു റോളും ഇല്ല. ഞാൻ പറയുന്നതാണ് റൂൾ. ഞാൻ പറയുന്ന രീതിയിൽ കഴിച്ചോണം. ഞാൻ തരുന്ന ക്വാണ്ടിറ്റി നീ കഴിക്കണം. ഞാൻ ഒരു ദോശ ഉണ്ടാക്കിയാൽ ആ ഒരു ദോശ നീ കഴിച്ചാൽ മതി. ബാക്കി നീ വായു ഭക്ഷിക്കുകയോ വെള്ളം കുടിച്ചോ വയറ് നിറച്ചോണം. ഞാൻ ചിലപ്പോൾ ഒഴിച്ച കറി ഉണ്ടാക്കും, ചിലപ്പം ഒഴിക്കാത്ത കറി ഉണ്ടാക്കും, ചിലപ്പോൾ ചോറും ഉപ്പും മാത്രമേ തരത്തുള്ളൂ. തിന്നിട്ട് പൊക്കോണം. ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ കടന്ന് ഡ്രാമ. ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ എനിക്ക് വേണ്ടിയിട്ടാണോ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കുന്നത്? ഈ ഡ്രാമയാണ് പിന്നെ അനുമോൾ. ഇവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡല്ല, എല്ലാവർക്കും ഉള്ള റേഷനാണ്. ഇവിടെ സംസാരവും ഇതൂടെ കേട്ട് കഴിഞ്ഞാൽ രാവിലെ അനുമോള് പാടത്ത് പോയി പണിയെടുത്ത് നെല്ല് കുത്തി അരി കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ചോറുണ്ടാക്കി അണ്ണാക്കി തിരികെ കൊടുക്കുന്നതിന്റെ കൂട്ടാണ് അനുമോള് സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ തടി പറയാം. രാവിലെ ചോറിന്റെ കൂടെ പയറുതോരനും മുട്ട പൊരിച്ചതും, ഒഴിച്ചുകറി നോ ഒഴിച്ചുകറി. അങ്ങനെ എല്ലാവർക്കും ചോറ് വിളമ്പുന്നു, പയറ് വിളമ്പുന്നു. വിളമ്പിക്കഴിഞ്ഞ് കുറച്ച് പയറ് പാത്രത്തിൽ ഇരിപ്പുണ്ട്. അനുമോൾ ഈ പയറ് മാറ്റി വെച്ചേക്കുന്നത് ചോറ് കുറച്ച് അധികമാണ്. അപ്പൊ ഈ അധികമുള്ള ചോറ് ആര് കഴിക്കുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പയറ് കറി മാറ്റി വെച്ചേക്കുന്നത് എന്നാണ് അനുമോൾ പറയുന്നത്. ഇനി വേറെ ആരെങ്കിലും ചോറ് കഴിക്കാൻ വരുമ്പോൾ പച്ചച്ചോറ് മാറ്റി തിന്നേണ്ടി വരും, അതുകൊണ്ട് പയറ് കറി മാറ്റി വെച്ചേക്കുന്നു എന്നാണ്. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും പറയുന്നുണ്ട് കറി എന്തിനാ വേസ്റ്റ് ആക്കുന്നത്, കറി എന്തിനാ മാറ്റി വെച്ചേക്കുന്നത്, ആവശ്യമുള്ളവർ ആ ചോറ് എടുത്ത് കഴിക്കും, കഴിക്കാതിരിക്കും. ചോറ് അധികം വന്നു കഴിഞ്ഞാൽ എടുത്ത് ഫ്രിഡ്ജ് വെക്കും.
ഇന്നാണെങ്കിൽ ഇട്ട ചോറ് കുറച്ച് കൂടി പോവുകയും ചെയ്തു. എപ്പിസോഡിന്റെ അവസാനം ആയപ്പോഴാണ് മനസ്സിലായത് ഇന്ന് ചോറിട്ടത് ആദിലയാണ്, അനുമോളല്ല. അതുകൊണ്ടാണ് സാധനം കൂടിപ്പോയത്. അപ്പൊ ഈ കൂടിപ്പോയതിന്റെ പേരിൽ അക്ബർ ഒക്കെ വന്നിട്ട് അനുമോളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് അതിന്റെ ഇടയിൽ കൂടെ അവൻ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്ത് അന്ന് മറ്റേ ലാലേട്ടന്റെ മുന്നിൽ ഇവൻ അനുമോള് ചോറ് പാത്രം പൊക്കി പിടിച്ചോണ്ട് വന്നല്ലോ, അത് വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ് അക്ബർ വന്നിട്ട്. ഏറ്റവും അവസാനമാണ് പറയുന്നത് ആദിലയാണ് ഇന്ന് ചോറിട്ടത്. അങ്ങനെ ഈ കറിയുടെ പ്രശ്നം വരികയാണ്. ഇവിടെ കറി ബാക്കി വെക്കാൻ പറ്റത്തില്ല. എല്ലാവരും വന്നിട്ട് പറയുന്നു എല്ലാവർക്കും ഈക്വലായിട്ട് വിളമ്പി കൊടുക്കൂ. സാബു ആണെങ്കിൽ കുറച്ച് ചോറേ കഴിക്കത്തുള്ളൂ, അവന് പ്രോട്ടീൻ വേണം, അവൻ കറിയാണ് കൂടുതൽ കഴിക്കുന്നത്. കറി എന്ന് മീൻസ് അത് പയറാണല്ലോ, പയറിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. അന്നേരം അവന്റെ മസിൽസ് വളരാൻ വേണ്ടിയിട്ട് അവൻ പ്രോട്ടീൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവന് പയർ വീണ്ടും ചോദിക്കുകയാണ്. അവൻ പറയാണ് എല്ലാവർക്കും അത് വിധിച്ചു കൊടുക്കൂ. അങ്ങനെയാണ് ഇവിടെ അടി ഉണ്ടാവുന്നത്. അനുമോളാണെങ്കിൽ ഒരു കാരണവശാലും വിധിച്ചു കൊടുക്കത്തില്ല. അനുമോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടോണം. അതാണ് അനുമോളുടെ ഒരു പരിപാടി. ഇതിന്റെ ഇടയിൽ കൂടി ഈ ആദില വന്ന് ആദിലയുടെ ഈ കൊണച്ച വർത്തനം കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരും, പറയാതിരിക്കാൻ വയ്യ. ആർക്കെങ്കിലും ചൊറിഞ്ഞു വരും. പിന്നെ അനുമോളുടെ വർത്തമാനം കേൾക്കുമ്പോഴത്തേക്ക് കൈ ഇല്ലാത്തവൻ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന് തലമുണ്ട തല്ലിപ്പൊളിക്കും. അമ്മാതിരി വർത്താനമാണ്. ഇപ്പൊ എല്ലാത്തിനെ ചവറ് വർത്താനമാണ്, മനസ്സിലായോ? അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും. അനുമോളെ മാത്രം പറയാൻ പറ്റത്തില്ല, ആദിലയും പറയണം. എക്സാമ്പിൾ ഒരെണ്ണം കാണിച്ചു തരാം. അനു നീ പോയി മുട്ട ഉണ്ടാക്കി ഞാൻ വിളമ്പ. ഇവളും കിച്ചൺ ടീം തന്നെയല്ലേ? ഇവള് മുട്ട ഉണ്ടാക്കി എന്ത് മുട്ട ഉണ്ടാവത്തില്ലേ? അനു നീ പോയി മുട്ട ഉണ്ടാക്കി ഞാൻ വിളമ്പിക്കോളാം. ഈ ആദില എന്ന് പറയുന്നവള് കുഴി മടിച്ചിയാണ്. വളരെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ അടുക്കളയിൽ പട്ടിപ്പണി എടുത്തത് അനുമോളാണ്. ഇവളങ്ങ് ഒരു പണിയും എടുത്തിട്ടില്ല. എന്തെങ്കിലും പണി എടുക്കുന്നെങ്കിൽ തന്നെ മറ്റേ മണിച്ചിത്രത്താഴിനകത്ത് ശോഭനെ കൊണ്ടുവരുന്നുണ്ട് വിട്ട് തിങ്കളാസ്യേ ശാലുമേനോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരണം ആദിലെ. എന്നാലേ അവള് ഉള്ളി വന്ന് അരിഞ്ഞെടുത്തോളൂ. ഇതാണ് അവിടെ കയ്യിലിരിപ്പ്. പോരാത്തതിന് ഇമ്മാതിരി ഡയലോഗ്. എല്ലാം കണക്കാ. അനുമോളാണെങ്കിൽ വിളമ്പാൻ സമ്മതിക്കത്തുമില്ല. ഞാൻ ഉണ്ടാക്കിയാൽ ഞാൻ വിളമ്പും. ഈ ഒരു മൈൻഡ് സെറ്റാണ് അനുമോൾക്ക്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് രാജിവെക്കാൻ നിൽക്കുകയാണ് അനുമോള്. ഇതിപ്പോ എത്രാമത്തെ തൊട്ടാണ് അനുമോൾ ഇപ്പൊ കിച്ചണിൽ നിന്ന് ഇറങ്ങി പോകുന്നത്? അനുമോൾക്ക് തന്നെ തിട്ടമില്ല. അനുമോള് കിച്ചൺ ടീമിലിടും, അടി ഉണ്ടാവും. ഓക്കെ ഞാൻ പോകും, ടാറ്റ ബൈ ബൈ, അടുത്ത ആഴ്ച പിന്നെയും വരാമെന്നും പറഞ്ഞ് കിച്ചണിൽ നിന്ന് പോകും. ഇന്നലെ ഷാനവാസ് അവിടെ പറയുന്നത് കേട്ട്. എന്ത് നല്ല കിച്ചൺ, ഇപ്പൊ എന്ത് സമാധാനപരമായിട്ടാണ് കിച്ചൺ പോകുന്നത്. ഒരു അടിയുമില്ല, വഴക്കുമില്ല. ഇന്നാണെങ്കിൽ അടിയോടടി എന്ന് പറഞ്ഞു, അടിയോടടി. അണ്ണാക്കി വിരലിട്ട് കുത്തിയാൽ പോലും കടിക്കാത്ത സാബു വരെ വന്നിട്ട് അനുമോളുടെ അടുത്ത് ഉടക്കുന്നു. അനുമോളുടെ ഒരു കഴിവ് നോക്കണേ. എന്റെ പൊന്നു അനുമോൾ, എങ്ങനെ സാധിക്കും നിനക്ക് ഇതൊക്കെ? അതിന്റെ ഇടയിൽ കൂടെ അക്ബർക്ക വന്നേക്കുക വെളുപ്പിക്കാൻ. കഴിഞ്ഞ ആഴ്ചത്തെ വെളുപ്പിക്കാൻ. കഴിഞ്ഞ ആഴ്ച മറ്റേ ചോറുമ്പൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് ഇയാളെ അണ്ണാക്കി കൊടുത്തായിരുന്നല്ലോ. അതിന്റെ ഇടയിൽ കൂടെ വന്നേക്കുക അക്ബർ. അത് വേറെ ഇത് വേറെ. അന്ന് ഇവന്മാരെടുത്ത് ഈ പാട്ട ടീം പോയി പറഞ്ഞതാണ് ഞങ്ങൾക്ക് ചോറ് വേണ്ട, ഞങ്ങൾക്ക് ഇടണ്ടെന്ന്. എന്നിട്ട് ഇവന്മാര് ചോറ് ഇട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇട്ടിട്ട് അത് അധികം വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെയൊക്കെ കുറ്റം തന്നെയാണ്. അതിനകത്ത് ഇവിടെ വന്നിട്ട് ഇപ്പൊ കൊണാര പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടല്ലോ. അതിന്റെ ഇടയിൽ കൂടി ഇയാൾ വെളുപ്പിക്കാൻ വന്നേക്കുന്നത്. വേണ്ട, കടന്ന് പിടിവലിയ. ഒരു സീസണിലും കാണത്തില്ല ഇങ്ങനെ ഫുഡിന് ഇങ്ങനെ അലച്ചാതി വരിച്ച് അടിയുണ്ടാക്കുന്ന എരണം കെട്ട വലാകൾ. ഒരു സീസണിലും കാണത്തില്ല ഇങ്ങനെയുള്ള കുറെ അലവലാദികൾ. ഈ അനുമോൾക്ക് എന്ത് പിടിവാശിയാണ്. അവർക്ക് വിട്ട് ഇന്നാ കൊണ്ട് വിളമ്പെന്നും പറഞ്ഞാൽ കൊടുത്താൽ മതി, തീർന്നു, ഇവിടെ പ്രശ്നം തീർന്നു. ഇവള് തന്നെ ഉണ്ടാക്കി വിളമ്പ് എന്നും പറഞ്ഞ് നിൽക്കുക. പറയുന്നുണ്ട് ഞാനൊന്നും. ഇതിന്റെ ഇടയിൽ കൂടെ അനീഷ് വന്നിട്ട് അനുമോൾക്ക് സപ്പോർട്ട്. സാബു മോന് നന്നായിട്ട് കറി കിട്ടി, സാബു മോൻ പിന്നെയും ചോദിക്കുകയാണ് എന്നാണ് അനീഷ് പറയുന്നത്. അനീഷ് സാബുവിന്റെ മുഖത്ത് നോക്കത്തില്ല. സാബു മോന് നന്നായിട്ട് കറി കിട്ടി. സാബു ഇവിടെ നിന്നിട്ട് അനീഷ് ഏട്ടാ മുഖത്തോട്ട് നോക്കടാ, മുഖത്തോട്ട് നോക്കടാ. അനീഷ് മുഖത്തോട്ട് തല്ലിക്കൊന്ന മുഖത്തോട്ട്. സാബു മോന് നന്നായിട്ട് കറി കിട്ടി, സാബു മോൻ നന്നായിട്ട് കറി കിട്ടി. ഇങ്ങനെ നിൽക്കുക. സാബുവിനാണെങ്കിൽ ദേഷ്യം വരുന്നില്ല. അനീഷ് എന്തെങ്കിലും പറയണ്ട, നിങ്ങൾ മുഖത്ത് നോക്കി പറ. പഴയ പരിപാടി അനീഷിന്റെ. ഇങ്ങനെ ഈ സാധനം റിപ്പീറ്റ് അടിച്ചിട്ട് 15 റിപ്പീറ്റ് അടിച്ച് അങ്ങ് പോവുക. അനീഷ് എന്നിട്ട് പാത്രം കൊണ്ടുപോയി അവിടെ ഇരുന്ന് ഫുഡ് അടിക്കും. അത് കഴിഞ്ഞിട്ട് നൂറ അനൗൺസ് ചെയ്യാണ് നെവിൻ ആയിരിക്കും പുതിയ കിച്ചൺ മെമ്പർ. അനുമോളെ വെസലിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി അടി മൊത്തം വെസലിൽ കിടന്നാണ്. ഓക്കെ, എല്ലാവരുടെ അടുത്തും ഉടക്കി മാറിയിരുന്നു ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് ഉരുട്ടി കുഴച്ച് തിന്നുന്ന അനുമോളെയാണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. ഇനി കുറച്ച് കരച്ചിൽ പിടിക്കാം നമുക്ക്. അനുമോൾ സ്റ്റാർട്ട്. ഞാൻ കറി എന്നല്ലേ കോണ്ടന്റ് പോത്തോളൂ. ഈ ഒരു അടിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ അക്ബറും നെവിനുമാണ്. ചോറ് ബാക്കി വന്നപ്പോ അവന്മാരുടെ സന്തോഷം കണ്ട് ആഘോഷിക്ക്. ഇന്ന് അവന്മാർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നെവിനും അക്ബറും തമ്മി തല്ലി പോയതാണ് എന്തോ ഒരു ആശ്വാസം. ഇനി നമുക്ക് കുറച്ച് അപരാധം കേൾക്കാം.
വീട്ടിൽ പോലും കുക്ക് ചെയ്യാത്ത നമ്മുടെ തങ്കം പോലുള്ള അനുമോളാണ് താണ്ട് ഇവിടെ ഹൗസ് മേറ്റ്സിന് വന്ന് കുക്ക് ചെയ്ത് കൊടുത്തു താണ്ട് അപമാനിതയായി പുറത്തു പോകുന്നത്. പിയാറണ്ണോ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച ആവശ്യം വരും. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദില അനുമോളുടെ അടുത്ത് ഒട്ടാൻ വേണ്ടി കുറച്ച് പരിപാടി ചെയ്യുന്നുണ്ട്. സീറ്റൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നുണ്ട്, കണ്ടല്ലോ. സീറ്റ് മാറി കളിക്കുകയാണ് രണ്ടുപേരും കൂടി. പക്ഷെ അനുമോള് മറ്റേ മിഥുനത്തിനകത്ത് ഇന്നസെന്റിന്റെ ഭാവമാണ് പിടിച്ചേക്കുന്നത്. നടക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ടാസ്ക് വരെയാണ്. കാര്യമൊന്നുമില്ല. ബോള് കുതിപ്പിച്ച് അവിടെ ഒരു ഗ്ലാസിനകത്ത് ഫാനിനകത്ത് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇടുക. ഓരോ ഗ്ലാസിനകത്ത് 5000 രൂപ വെച്ച് കിട്ടും. ഇത് തന്നെയാണ്, വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഷാനവാസിനും അക്ബറിനും അനുമോൾക്കും കൂടെ 25000 രൂപ കിട്ടും. 50000 രൂപയുടെ ടാസ്ക് ആയിരുന്നു. 25000 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. ടാസ്ക് കഴിഞ്ഞ് ആദില പിന്നെയും അനുമോൾ എടുത്ത് സംസാരിക്കാൻ ചെല്ലുന്നുണ്ട്. അനുമോള് സമ്മതിക്കത്തില്ല. ഈ കോംപ്രമൈസ് അടിക്കാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് അനുമോളുടെ വായിന്നൊരു ഡയലോഗ് വീഴും. നിന്റെയൊക്കെ വായിന്ന് വരുന്നതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. നീയൊക്കെ ഇത്രയും നാള് എന്റെ കൂടെ കൂട്ടുകൂടിയതിന്റെ ഉദ്ദേശം എനിക്ക് ഇപ്പൊ മനസ്സിലായി. നീയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇത്രയും നാള് നിന്നത് എന്ന് മനസ്സിലായി. പക്ഷെ എന്ത് കണ്ടിട്ടാണ് നിന്നത് എന്ന് പറയത്തില്ല. അനുമോൾക്ക് അതിനകത്തുള്ള ഡേഞ്ചർ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാവുന്നത്. അപ്പോഴത്തേക്ക് അതങ്ങ് വിഴുങ്ങും. ഫെയിം കണ്ടിട്ടാണ് ഇത്ര നാള് കൂടെ നിന്നത് എന്ന് പറയത്തില്ല. പക്ഷെ ഊഹിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ. അനുമോളുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഇത്ര നാള് നീയൊക്കെ എന്റെ കൂടെ നിന്നത് എന്ന് വേണം അനുമോള് പറഞ്ഞതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. കാര്യം ഷാനവാസും അത് തന്നെയാണ് പറയുന്നത്, അക്ബറും അത് തന്നെയാണ് പറയുന്നത്, എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്, നൂറയും ആദിലും എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ അനുമോളുടെ വാ കൊണ്ട് ആദിലേക്ക് ഇത് കേൾക്കണം. ഇവള് എന്ത് കണ്ടിട്ടാണ് ഇത്രയും നാൾ കൂടെ നിന്നതെന്ന് ഇവള് ഉദ്ദേശിച്ച് എന്താണെന്ന് ഈ അവസരം അക്ബർ നന്നായി മുതലാക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ പൊന്നാര അനുമോൾ ഉണ്ടാക്കിയ ചോറിന്റെ ബാക്കിയാണെന്ന് പറഞ്ഞാണ്ട് ക്യാമറയെ പൊക്കി പിടിച്ച് കാണിക്കുന്നുണ്ട്. അവൻ ആഘോഷിക്കാൻ കിട്ടിയ അവസരമല്ലയോ. ആഘോഷിക്കൂ. ഇത് കഴിഞ്ഞ് അനുമോൾ എടുത്ത് ചോദിക്കും ഈ ഒരു കാര്യം, അരി അധികം വന്ന കാര്യം. അപ്പൊ അനുമോള് പറയും ഗ്രൂപ്പിലെ വേറെ ആൾക്കാരാണ് ചോറിട്ടത്. അക്ബർ ആ ആള് സാബുമാനങ്ങാക്കും. എന്നിട്ട് സാബുമാന്റെ അടുത്ത് ചോദിക്കും, എടാ നീയാണോ ചോറിന് അരിയിട്ടത്? അനുമോള് പറഞ്ഞല്ലോ നീയാണ് ചോറിന് അരിയിട്ടത്. സാബു പോയിട്ട് അനുമോൾ എടുത്ത് ചോദിക്കും, അനുമോളെ എന്ത് കള്ളത്തരവാ പറയുന്നത്? അപ്പൊ അനുമോള് പറയുന്നുണ്ട് ഗ്രൂപ്പിലെ വേറെ ആൾ ഇട്ടെന്നാണ് പറഞ്ഞത്, നിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ആരായിട്ടതെന്ന് അനുമോള് സ്റ്റിൽ പറഞ്ഞിട്ടില്ല. ആക്ച്വലി ആദിലാണ് അത് ഇടുന്നത്. അത് രാത്രിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ അടി ഇടയ്ക്കൂടെ പിന്നെയും മറ്റേ മണി ടാസ്ക് ഇത് വന്നെങ്കിൽ ഒരുമാതിരി ഇല്ല കല്ലുകടിയായി മാറിയിട്ടുണ്ട്. ഒരു ഉപ്പ ടാസ്ക് 5000 2500 രൂപയ്ക്ക് വെച്ച് കൊടുക്കുന്നത്. കൊടുക്കുമ്പോൾ ഒരു 50000 രൂപയ്ക്ക് ഒറ്റടിക്കാൻ കൊടുക്കണം. പിന്നല്ലാതെ ഇതിനുമാതിരി ഇല്ല. പണ്ടത്തെ ഇല്ല അംഗനവാടി പിള്ളേർ മുട്ടായി പറക്കല് 1 രൂപ 2 രൂപ ഇതിനേക്കാൾ നല്ല മറ്റേ ഗ്ലാസ് കൊടുക്കുന്നതായിരുന്നു. ജയിക്കുന്നവർക്ക് ഓരോ ഗ്ലാസ് വെച്ച് കൊടുക്കുന്നത് അതായിരിക്കും നല്ലത്. ഗ്ലാസും പ്ലേറ്റോ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോയിരുന്നല്ലോ. ഇതൊരുമാതിരി ഇല്ല, ഇവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണമല്ലോ പൈസ കാണിച്ചിട്ട് കൊടുക്കുന്നത്. ഇതിലും ഭേദം മണി ബോക്സ് ആയിരുന്നു. അതായിരുന്നു ഏറ്റവും നല്ലത്. അങ്ങനെ രണ്ടാമത്തെ ടാസ്കിൽ ഇപ്പൊ കണ്ടല്ലേ, എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നൊന്നുമില്ല. അനീഷിന് 10000 കിട്ടും, അക്ബറിന് 20000, സാബുവിന് 10000, മൊത്തം 40000 രൂപ. 50000 രൂപ ടാസ്ക് ആയിരുന്നു. 40000 രൂപയാണ് അവർ എല്ലാവരും കൂടെ ആ ഒരു ടാസ്കിൽ എടുക്കുന്നത്. ആദ്യത്തെ ടാസ്ക് 50000 രൂപ ടാസ്ക് ആണ്, 25000 എടുത്തു. രണ്ടാമത്തെ ടാസ്ക് 50000 രൂപ ടാസ്ക് ആണ്, 40000 അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ബാക്കി അടി റെസ്യൂം. ഇത് കഴിഞ്ഞിട്ട് 100 അവിടെ ഇരുന്നിട്ട് അനുമോൾ എടുത്ത് പറയുകയാണ്, വെസല് കഴുകാനുണ്ട്, പോയി കഴുകാൻ പറയുകയാണ്. അനുമോള് പറയുകയാണ് ഇപ്പൊ പറ്റത്തില്ല, അക്ബറിന്റെ അടുത്ത് പോയി പറ. അക്ബർ പറയും എന്റെ പോർഷൻ ഞാൻ അവിടെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്, ഇനി ബാക്കിയുള്ള ആൾക്കാരുടെ പോർഷനാണ് കിടക്കുന്നത്. അങ്ങനെ അനുമോളും നൂറയും തമ്മിൽ ഇവിടെ ഉടക്കുകയാണ്. ഇവിടെ കുറച്ച് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് പറയുന്നത് അനുമോൾ ഉച്ച വരെയുള്ള പണി കഴിഞ്ഞതാണ്. ഉച്ച വരെ അവള് ഫുഡ് ഉണ്ടാക്കി, ഉച്ച വരെ ഡ്യൂട്ടി കഴിഞ്ഞതാണ്. ഇനി അവിടെ നെക്സ്റ്റ് ഡ്യൂട്ടി ഡിന്നർ സമയത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിലുള്ള വെസൽസ് ആണ് ഇനി കഴുകാനുള്ളത്. ഉച്ചവരെയുള്ള വെസൽസ് ഉച്ചവരെ ആരായിരുന്നോ വെസൽ ക്ലീനിങ് നിന്നത് അവരാണ് കഴുകേണ്ടത്. എന്നാൽ ഇവിടെ നെവിനും അക്ബറും പറയുന്ന ഉച്ചവരെയുള്ള വെസൽസ് അവർ കഴുകി കംപ്ലീറ്റ് ചെയ്തതാണ്. ഇത് വൈകിട്ടേരമുള്ള വെസൽസ് ആണ് അവിടെ ഇരിക്കുന്നത്. അത് കഴുകാനാണ് അനുമോളെ പറഞ്ഞത്. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞ് 1 2 വഴക്കാവും. ഈ സമയത്ത് അനുമോടെ വായിന്നൊരു ഡയലോഗ് വീഴും നൂറയ്ക്കെതിരെ. നീ ഫൈനൽ 5 വന്നതിന്റെ അഹങ്കാരമല്ലയോ നീ കാണിക്കുന്നത്. എത്രയൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും ഉള്ളിൽ കിടക്കുന്ന തൊട്ടിത്തരങ്ങൾ ഇങ്ങനെ തള്ളി പുറത്തോട്ട് വരുമല്ലോ. അതാണ് ഇപ്പൊ കണ്ടത്. അവിടെ അങ്ങനെ ഒരു ഡയലോഗ് ഓടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഫൈനൽ 5 വന്നതിന്റെ അഹങ്കാരമല്ലയോ. അഹങ്കരിക്കട്ടെ. അവള് കളിച്ചു നേടിയല്ലേ. അവള് കളിച്ച കളിയല്ല നീയും കളിച്ചാണല്ലോ. നിനക്ക് കളിക്കാൻ പറ്റിയില്ല. അവിടെ കഴിവുകൊണ്ട് അവള് ഫൈനൽ 5 വന്നു എങ്കിൽ അവൾ അഹങ്കരിച്ചോട്ടെ. അനുപ നിനക്കെന്ത്? അനുമോളി അടിക്കുന്ന ഈ ഡയലോഗ് നൂറയ്ക്കാൻ കൊള്ളും. നൂറ പൊറേ ചെല്ലും. നൂറ ചെന്നിട്ട് പറയും നീ പുറത്ത് PR-ന്റെ ബലത്തിലല്ലയോ നീ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം അടുക്കളയിൽ നിന്ന് നെവിൻ ദാണ്ട് പുറത്ത് നൂറയുടെ അടി കേൾക്കുമ്പോഴേ ഓടിച്ചെള്ളി വരും. നമ്മുടെ അയലത്തൊക്കെ അടി ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് എത്തി നോക്കുമല്ലോ, എന്തോ ഇവിടുത്തെ പ്രശ്നം, അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് കുറെ കാഴ്ചക്കാരെ കൂടുമല്ലോ. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ നെവിന് കിട്ടുന്നത്. ഉദോ അടി കിടക്കുന്നത് എന്ന് പോയി കണ്ടേക്കാം. കിച്ചണിലെ പണി കഴിഞ്ഞിട്ടാണ് അവൻ ഓടിപ്പോരുന്നത് അടി കാണാൻ വേണ്ടിയിട്ട്. സൗണ്ട് കേട്ടപ്പോഴേ ഓടി. അടി തുടങ്ങി. ഇനി കുറച്ചു നേരം പോയിരുന്നു
കാണാമെന്ന് പറഞ്ഞ് അവിടെ പോയി അന്തസ്സായിട്ട് ഇങ്ങനെ അവിടെ ഇന്ന് കാണുകയാണ് ദൂരെ അറിയുന്നു മിടുക്കനാ. അവിടെ വന്നടി നിന്റെയൊക്കെ സ്വഭാവങ്ങൾ മനസ്സിലായി, പോകുന്നതിന് മുമ്പ് നിന്റെയൊക്കെ സ്വഭാവം മനസ്സിലായി, മോടെ സ്വഭാവം മനസ്സിലായെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായെന്ന് പറഞ്ഞ് അടികൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മാറിയെന്ന് കാണുന്നത് നമ്മുടെ അക്ബർ ആൻഡ് ഷാനവാസ്. പെണ്ണുങ്ങളുടെ അടിയില്ല, ഞങ്ങൾ ഇടപെടുന്നില്ല, നിങ്ങൾ എന്താ ആയിക്കോട്ടെ, ഞങ്ങൾ മാറിയെന്ന് കണ്ടോളാം. കുറച്ചുകൂടെ വ്യക്തമായി കാണാനാണെന്ന് തോന്നുന്നു. നെവിൻ അടുത്ത് പോയി എന്ന് കാണുന്നുണ്ട്. ആദില പിന്നെയും മറ്റേ ഡയലോഗ് എടുത്തിട്ടു. അനുമോള് നേരത്തെ പറഞ്ഞ ഡയലോഗ്, ഇവിടെ എന്തോ കണ്ടിട്ടാണ് ആദിലെ നൂറെ ഇവിടെ കൂടെ കൂടിയത്. അതങ്ങ് ആദിലേക്ക് കൊള്ളും. ഈ അക്ബറിനെ എന്തുകൊണ്ടാണ് കുത്തിത്തിരിപ്പ് വിളിക്കുന്ന കാര്യം എന്താ അറിയോ? ഇപ്പൊ കണ്ടോ, അത്രയും നേരം മാറി ഇന്ന് കണ്ടോണ്ടിരുന്നവൻ പുറത്തുള്ള സപ്പോർട്ടാണ്, ഇനി പുറത്തുള്ള സപ്പോർട്ട് അതാണ് അനുമോളുടെ PR സപ്പോർട്ട് കൊണ്ടാണ് നീയൊക്കെ കൂടിയിരിക്കുന്നതാണ് അനുമോൾ ഉദ്ദേശം. 100% ഷുവറാണെന്ന് പറഞ്ഞ് അക്ബർ അങ്ങോട്ട് കുറച്ചുകൂടെ കത്തിച്ചങ്ങോട്ട് വിടും. പുകയട്ടങ്ങോട്ടെന്നും പറഞ്ഞിട്ട് അക്ബർക്ക് ആരാ മുതല്? ലെഞ്ചിന്റെ വെസൽസ് ലെഞ്ചിന്റെ എന്തുകൊണ്ടാണ് കഴുകാത്തത്? ലെഞ്ചിന്റെ വെസൽസ് ആണ് അവിടെ കിടക്കുന്നതെങ്കിൽ അനുമോൾ അത് കഴുകാതിരിക്കുകയാണെങ്കിൽ അത് അനുമോളുടെ ഭാഗത്താണ് ന്യായം. കാര്യം ലെഞ്ചിന്റെ വെസൽസ് അനുമോൾ കഴുകേണ്ട യാതൊരു ആവശ്യമില്ല. ഉച്ചവരെ അവിടെ കിടന്ന് പണിയെടുത്തതാണ്. അപ്പൊ പിന്നെ പണിയെടുത്തിട്ട് പോയി ലെഞ്ചിന്റെ വെസലൂടെ കഴുകണമെന്ന് പറഞ്ഞാൽ മറ്റെടുത്ത പരിപാടിയാന്ന് പറയത്തുള്ളൂ. പിന്നെ അല്ലാതെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷ് അങ്ങോട്ട് വരും. അപ്പൊ അക്ബറിന്റെ വായിന്നൊരു ഡയലോഗ് വരുന്നുണ്ട്, ഡിങ്കം വരുന്നുണ്ട് രക്ഷപ്പെടുത്താൻ. കാര്യം എന്ന് പറഞ്ഞാൽ അനുമോളുടെ ഇന്നത്തെ ഫുൾ രക്ഷകൻ അനീഷായിരുന്നു. അനീഷ് മാത്രമേ ഉള്ളൂ ആ ഹൗസിൽ അനുമോളുടെ കൂടെ നിൽക്കുന്നത്. ബാക്കി കംപ്ലീറ്റ് ആൾക്കാരും എതിരി. പണ്ട് ശൈത്യ പറഞ്ഞത് ശരിയായിരുന്നു എന്നൊക്കെയാണ് ആദില വിളിച്ചു പോകുന്നത്. അപ്പം ജെനുവിനായിട്ട് നിന്നതിന്റെ പേരിൽ ആദില പൊട്ടിക്കരയാണ് ഗൈസ്, പൊട്ടിക്കരയാണ്. സത്യത്തിൽ ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത് എത്രമാത്രം ജെനുവിനിറ്റി ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്ത് കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന്. ചില സമയങ്ങളിൽ ഇവർ നല്ല ജെനുവിൻ ആണെന്ന് തോന്നും, പക്ഷെ ചില സമയങ്ങളിൽ ഇവരുടെ പ്രവൃത്തി കാണുമ്പോൾ ഇത് വെറും പ്രഹസനമാണ്, വെറും ഉടായ്പാണ് എന്നാണ് ഫീൽ ചെയ്യുന്നത്. എത്രയൊക്കെ ജെനുവിൻ ആണെന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നു, പിന്നെ ഒട്ടുന്നു, അടി ഉണ്ടാക്കുന്നു, പിന്നെ ഒട്ടുന്നു. ഈ പിന്നെ ഒന്ന് ഒട്ടാൻ നേരത്ത് ഇവര് ആ അടി ഉണ്ടാവുന്ന അടി അങ്ങ് മറക്കും. എന്തിന്റെ പേര് പറഞ്ഞാണോ അവിടെ അടി ഉണ്ടാവുന്നത് അത് പറഞ്ഞ് സോൾവ് ചെയ്ത് അതിൻ്റെ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടല്ല ഇവര് പലപ്പോഴും ഒട്ടുന്നത്. ഓക്കെ, ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, ഇവിടെ ഇങ്ങനെയാണ്, ഇത് മുന്നോട്ട് പോകുമ്പോൾ പരസ്പരം സപ്പോർട്ടൊക്കെ വേണ്ടി വരും, അതുകൊണ്ട് എന്നെങ്കിൽ പിന്നെ ഒട്ടി അങ്ങ് പോകാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇവർ ഒട്ടുന്നത്. ഈ അടി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ആദിലെ നൂറ് വരുന്ന മാരക അനുമോളെ അപരാധിക്കുന്നുണ്ട്. പല സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്, അല്ലെങ്കിൽ അടി ഉണ്ടാവുന്ന സമയത്ത് എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെ വാക്കുകളാണ് ഈ അനുമോളുടെ വായിന്നാണെങ്കിലും ഈ ആദിലയുടെ വായിന്നെങ്കിലും വരുന്നത്. ഇനിയിപ്പോ ഏത് കോണാത്തിലെ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞാലും ഈ രീതിയിൽ നമ്മൾ എടുത്തെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അവൻ്റെ അടുത്ത് പോയി ഒട്ടാൻ തോന്നൂല. ഉള്ള കാര്യം ഞാൻ പറയാണ്, അവന്റെ പരിസരത്തോട്ട് ഞാൻ പിന്നെ പോവില്ല. ഇത് ഇവർ അടി ഉണ്ടാക്കും, എന്നിട്ട് വന്നിട്ട് പിന്നെ അങ്ങ് ഒട്ടും. മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം അങ്ങ് മറക്കും, അവിടെ കിടന്ന് അപരാധിച്ചതെല്ലാം മറക്കും. സോ എനിക്ക് ഇതൊരു ജെന്യുവിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് മറ്റേ സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പറയത്തില്ലയോ, അതുപോലൊരു ഫ്രണ്ട്ഷിപ്പ്. ആ ഒരു സംഭവം ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് പെട്ടുപോയ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതാണ്. നൂറയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു ഡയലോഗ് വരുന്നത്, PR-ന്റെ ബലത്തിൽ. അത് പുറത്ത് വെക്കുക നമുക്ക് പറയാം, അല്ലെങ്കിൽ അനുമോളുടെ ശത്രുക്കൾക്ക് പറയാം. പക്ഷെ സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്ന ഇവരത് പറഞ്ഞത് തെറ്റാണ്. അതേസമയം അനുമോളും പറയുന്നുണ്ട് നീ ഫൈനൽ 5-ൽ എത്തിയ എന്റെ അഹങ്കാരമാണെന്ന്. അതും തെറ്റാണ്. പറയുമ്പോ എല്ലാ ഭാഗവും പറയണമല്ലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടരും നല്ല രീതിയിൽ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അനുമോളുടെ ആഗ്രഹമാണ് ഗൈസ് ഈ ആഴ്ചയിൽ എവിക്റ്റായി പോകണമെന്നുള്ളത്. എല്ലാവരും ഒന്ന് കേട്ട് അനുമോളുടെ ആഗ്രഹം ഒന്ന് സബലീകരിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അനുമോൾക്ക് അവനകത്ത് നിൽക്കാൻ ഒരു ആഗ്രഹവും. അപ്പൊ നിങ്ങൾ ആരും അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യരുത്. അനുമോളുടെ ആഗ്രഹം നമ്മൾക്ക് സബലീകരിച്ചു കൊടുക്കണം, മനസ്സിലായോ? അങ്ങനെ അനീഷിനെ അവിടെ പിടിച്ചിരുത്തി കുറേ സമയം ഇവർ സംസാരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ അച്ഛന്റെ ഓപ്പറേഷന്റെ കാര്യം, വീടിന്റെ ലോണിന്റെ കാര്യം, പണ്ട് പഠിക്കുന്ന കാലത്ത് പൈസ ഉണ്ടാക്കി ബുക്ക് മേടിച്ച കാര്യം, അതിനകത്ത് ഷൂട്ടിന് പോയ കാര്യം, ഓട്ടോ വിളിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോയ കാര്യം, പ്രാരാബ്ദങ്ങള്, അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഈ പിള്ളേരൊക്കെ ഇപ്പൊ ജീവിതം തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് അവർക്ക് അറിയത്തില്ല. ഞാൻ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് വരികയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ മറ്റേ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു സീരിയൽ ലെവൽ ഐറ്റം ഉണ്ടല്ലോ, അത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും വാട്ട് എവർ, ആ ഒരു സാധനം അടിച്ച് കയറ്റി വിടുന്നുണ്ട്. BGM ഇട്ട് അങ്ങോട്ട് റീൽസ് ആയിട്ട് കട്ട് ചെയ്ത് പട്ടേന്ന് ഇട്ട് കഴിഞ്ഞാൽ മില്യൺസ് വ്യൂവർഷിപ്പ് ഉറപ്പാണ്. അനീഷ് അവിടെ
കൃത്യമായിട്ട് വലയിൽ പോയി വീണിട്ട് മൊത്തം കേട്ടിരിക്കുന്നു. അനുമോൾക്ക് അവിടെ ഇരുന്ന് പറയാൻ, ഇത് കേൾക്കാൻ ഒരു സ്പേസ് വേണമായിരുന്നു. അത് കൃത്യമായി അനീഷ് അവിടെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദില നൂറ അവരും ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാണ്. ആദിലയ്ക്ക് മറ്റേ വാഗൊണ്ട് പറഞ്ഞോ ഫെയിം കണ്ടിട്ടാണ് കൂട്ടുകൂടിയത്, വാഗൊണ്ട് പറഞ്ഞോ ചോദിക്കുകയാണ്. എന്നിട്ട് നൂറ പറയാണ് അതാണ് ഉദ്ദേശിച്ചത്, നമുക്ക് അവൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് തന്നെ അവൾ ഉദ്ദേശിച്ചത്. ആദിലയും നൂറയും ഇതുപോലെ കരയുന്നത്, ഇവർ മാറിയിരുന്നിട്ട് അത് കരയുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഒരു ബിഗ് ബോസ് ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ കടന്ന് കരയുന്നത്. ഇവർക്ക് പിന്നെ മറ്റേ ഒരൊറ്റപ്പെടൽ സംഭവം അടിച്ച്, ഇവരുടെ ലൈഫ് തന്നെ ഒരു ഒറ്റപ്പെടലാണല്ലോ. ഇവർ രണ്ടുപേരും മാത്രമാണ് ഇവർക്കുള്ളത്, വേറെ ആരും അടുപ്പിക്കുന്നില്ല. അപ്പൊ അനുമോളും ആ ഒരു രീതിയിലാണ് ഇവരെ ട്രീറ്റ് ചെയ്തത് എന്നുള്ള ഒരു സംഭവം അടിച്ചപ്പോൾ മേ ബി അവിടെ പൊട്ടിക്കരഞ്ഞതായിരിക്കാം, അല്ലാതെ അതൊരു ഫ്രണ്ട്ഷിപ്പ് പോയതിന്റെ പേരിലുള്ള കരച്ചിലാണോന്ന് അറിയില്ല. സോ എന്താണെങ്കിലും നമുക്ക് നാളെ നോക്കാം. ഇതിന്റെ ബാക്കി കണ്ടാലേ ഇതിനെ പറ്റിയുള്ള ഒരു പൂർണ്ണ രൂപം മനസ്സിലാവത്തുള്ളൂ. ഇവരിനി ജെനുവിൻ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ അല്ലെങ്കിൽ പെട്ടുപോയതാണോ. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ മറ്റേ അമ്പലപ്പറമ്പ് ടാസ്ക് വരുന്നുണ്ട്. മറ്റേ ഇതുപോലെ നേരത്തെ വെച്ചിട്ടില്ല വളയിൽ എറിഞ്ഞിട്ട് സാധനം പിടിക്കുന്നത്, പൈസയൊക്കെ വെച്ചിട്ടുണ്ട്, സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കാണിക്കാൻ നിൽക്കുന്നൊന്നുമില്ല. അനീഷിന് ഷാനവാസിന് 2500 കിട്ടും, അനീഷിന് 2500 കിട്ടും, നൂറയ്ക്ക് 5000 രൂപ കിട്ടും. മൊത്തം 50000 രൂപ ടാസ്ക് ആയിരുന്നു. 10000 രൂപയാണ് ഇവരെല്ലാം കൂടെ കളക്ട് ചെയ്യുന്നത്. അങ്ങനെ രാത്രി ഇവരെല്ലാവരും കൂടെ മീറ്റിംഗ് വിളിക്കുകയാണ്. മീറ്റിംഗ് വിളിച്ച് ഏതാണ്ട് ഇവരെ തമ്മിലുള്ള പ്രശ്നമല്ല, ആ കിച്ചൺ പ്രശ്നം ബെസ്റ്റിൽ അനുമോള് കഴുകാൻ നേരിട്ടുണ്ട്, രാത്രിയിലെ പാത്രം കഴുകാൻ നേരിട്ടുണ്ട്, അത് ഏതാണ്ടൊന്ന് ഒതുക്കി തീർത്ത് വിട്ടുന്നുണ്ട്. പക്ഷെ ആദില നൂറ പ്രശ്നം അവിടെ തീരുന്നില്ല. അനീഷാണ് അനുമോൾക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അനീഷ് എണീറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് മീറ്റിങ്ങിനകത്ത്, എന്താണ് അനുമോള് ചെയ്ത തെറ്റ്, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നൂറ് കൊടുക്കുന്നുണ്ട്. അനുമോളുടെ ഭാഗത്തുനിന്നും ചോറ് അധികമായതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ആദിലയാണ് അരിയിട്ടത്, അതുകൊണ്ടാണ് ചോറ് അധികം വന്നത്, അതുകൊണ്ടാണ് പയറുകറി കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയത്, അത് ചോറ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ള രീതിയിലൊക്കെ അനുമോൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എനിക്കിനകത്ത് അഭിപ്രായം ഒന്നും പറയാനില്ല. വാലാകള് കേടന്നെങ്കിൽ ബഹളമാണ്, നമ്മൾ തന്നെ കൺഫ്യൂഷനാണ്. ഇത് ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്. ഇത് എല്ലാം തെറ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരെണ്ണത്തിനെ സപ്പോർട്ട് ചെയ്യാനും തോന്നുന്നില്ല. ഒരെണ്ണത്തിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു കടുകുമണിയുടെ ഒരു സ്നേഹം പോലും ഒരുത്തൻ്റെ അടുത്തും തോന്നിയിട്ടില്ല. ഇവൻ കൊള്ളാം, ഇവൻ കൊള്ളാം, കപ്പെടുക്കാൻ യോഗ്യൻ എന്നൊരു മനുഷ്യൻ്റെ അടുത്തും തോന്നിയിട്ടില്ല. മിക്കവാറും ഇതിന്റെ ബാക്കി നാളെ കാണും. എനിക്ക് കൂടുതലൊന്നും ഇതിനകത്ത് പറയാനില്ല, സീരിയസ്ലി പറയാനില്ല. പാട്ടാ ഗേൾസ് ഇതിനു മുമ്പും അടിച്ച് പിരിഞ്ഞിട്ടുണ്ട്, പക്ഷെ അതുപോലുള്ള അടിയല്ല ഇത്. ബട്ട് നമുക്ക് നോക്കാം, നാളെ നോക്കാം. ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ 2-3 കൂടെ ജോയിൻ ആവാനുള്ള സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. അനുമോളുടെ ഒരു ക്യാരക്ടർ വെച്ചാൽ അനുമോൾ അങ്ങനെ ഈഗോ കാണിച്ച് നിൽക്കാതെ, പ്രത്യേകിച്ച് ഇച്ചിരി സ്നേഹമുള്ളവരടുത്ത് ഈഗോ കാണിച്ച് നിൽക്കാതെ അങ്ങോട്ട് പോയിട്ട് മിങ്കിളാവാറുണ്ട്. അതിലെയും അങ്ങനെ ചെയ്യാറുണ്ട്. സോ മേ ബി ചിലപ്പം ഇന്ന് രാത്രി എല്ലാവരും കൂടെ കോംപ്രമൈസ് അടിക്കുമായിരിക്കും. പക്ഷെ ഇത് കുറച്ച് നാൾ നീണ്ടു പോകുന്നതാണ് തോന്നുന്നത്. നോ ഐഡിയ, നോക്കാം നമുക്ക്. അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട ഒപ്പീനിയൻ താഴെ പറയുക, കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ മണവാളന്റെ ഒരു ഫൈറ്റിന്റെ വീഡിയോ നമ്മുടെ മെയിൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെ ഇവിടെ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ. അപ്പൊ ശരി, ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.